മിനി ആൻറ്റിയെ നിലയ്ക്ക് നിർത്താൻ ആൾക്ക് സാധിക്കും. വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവല്ലി. അവനത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിയോടെ എഴുന്നേറ്റു. അന്ന് രാത്രിയിൽ കിടക്കുമ്പോൾ മുഴുവൻ എന്തുകൊണ്ടോ അവളുടെ മുഖം മാത്രമായിരുന്നു അപ്പുവിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത്. ഇതെന്താണ് ഇങ്ങനെയൊരു അനുഭവമെന്ന് അവൻ സ്വയം ചോദിച്ചിരുന്നു. ആദ്യമായാണ് ഇങ്ങനെയൊരു പെൺകുട്ടി തൻ്റെ ഉറക്കം കെടുത്തുന്നത്. എന്തൊക്കെയാ താനീ ചിന്തിക്കുന്നത്? അതൊരു കൊച്ചാണ്. അവൻ സ്വയം കണ്ണാടിയിൽ നോക്കി പറഞ്ഞു. അപ്പു, നിന്റെ പെങ്ങടെ പ്രായം മാത്രമുള്ളൊരു കൊച്ചാണത്. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ നിൽക്കല്ലേ. കണ്ണാടിയിൽ നോക്കി തൻ്റെ സ്വന്തം പ്രതിബിംബത്തിനോട് അവൻ തന്നെ പറഞ്ഞു. ശേഷം കണ്ണുകൾ അടച്ചു കിടന്നു. അപ്പോഴും തെളിഞ്ഞത് അവളുടെ മുഖവും അന്ന് ആദ്യമായി അവളെ കേട്ടപ്പോൾ കേട്ട പാട്ടിൻ്റെ വരികളുമായിരുന്നു. രാവിലെ എഴുന്നേറ്റതും അപ്പു മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ചായ ഉമ്മറത്തേക്ക് എത്തിച്ചിരുന്നു പ്രീത. അതും കുടിച്ച് പത്രവും നോക്കി മുറ്റത്തിരിക്കുമ്പോഴാണ് ആരുടെയോ നിഴലനക്കം കണ്ടത്. അവൻ പത്രം മാറ്റി നോക്കിയപ്പോൾ മുൻപിൽ നിൽക്കുന്നത് മീനാക്ഷിയാണ്. ഒരു ചുരിദാർ ടോപ്പും ഹാഫ് പാവാടയുമാണ് വേഷം. നോട്ടം പതിച്ചത് നേർത്ത സ്വർണ്ണരോമങ്ങൾ നിറഞ്ഞ കാലിൽ നിറഞ്ഞു കിടക്കുന്ന വെള്ളിപ്പാദസരത്തിൽ. അവളെ കണ്ടതും കണ്ണുകൾ ഒന്ന് വിടർന്നത് അവൻ കണ്ടു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടൊന്ന് ചോദിച്ചു. അമ്പലത്തിൽ പോവുക. അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്പം ഭയത്തോടെ അവൾ പറഞ്ഞു. അതിന് ഞാനും കൂടെ വരണോ? അവളുടെ മുഖത്തേക്ക് നോക്കി കുസൃതിയോട് ചോദിച്ചു. വേണ്ട. അവൾ ചുമലനക്കി. ഇതിവിടെ പറയാൻ കാരണം? പിന്നെ എന്താണെന്ന രീതിയിലാണ് അവൻ അവളെ നോക്കിയത്. പൂ പറിച്ചോട്ടെ? മുല്ലയും കനകാമ്പരവും മാല കോർക്കാനാണ്. മാമി പറഞ്ഞു ഇവിടെയുണ്ട് പൂവെന്ന്. ചോദിച്ചിട്ട് പറിച്ചോളാൻ. പേടിച്ചിട്ടാണ് ആൾ തന്നോട് സംസാരിക്കുന്നത്. ചിരിയോടെ മേൽമീശയൊന്ന് കടിച്ച് അവൻ തലയാട്ടി. അത് കണ്ടതും ആൾ പെട്ടെന്ന് അവിടെ നിന്നൊരു വട്ടയിലയിൽ പറിച്ചു. അതിൽ കുമ്പിള് പോലെ കുത്തി അതിലേക്ക് കുടമുല്ലയും സാധാരണ മുല്ലയും കനകാമ്പരവും ഒക്കെ പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. പത്രം നോക്കുകയാണെങ്കിലും ഇടയ്ക്ക് അവളുടെ പ്രവർത്തികളിലേക്കും അവൻ്റെ മിഴികൾ എത്തുന്നുണ്ട്. കുറച്ച് പൂവ് പറിക്കാതെ അവൾ തിരിച്ചു പോകാൻ തുടങ്ങി. പോകുന്നതിന് മുൻപ് തന്നെ ഒന്ന് നോക്കി അവൻ. അതൂടെ പറിച്ചോ? അവൻ പറഞ്ഞു. വേണ്ട, ആരതിക്ക് വേണമെങ്കിലോ? അവൾ അമ്പലത്തിലൊന്നും പോവില്ല, നീ പറിച്ചു. അവൻ പറഞ്ഞെങ്കിലും അവൾ അത് പറിച്ചില്ല. അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം അവൾ പറഞ്ഞു. ഇത് മതി. എന്താ വിശേഷം? അമ്പലത്തിൽ പോകാൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു. അമ്മ നാളെ വെളുപ്പിന് പോവാ. അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് സങ്കടം നിറഞ്ഞതുപോലെ തോന്നി. വിഷമാണോ നിനക്ക് അമ്മ പോകുന്നത് കൊണ്ട്? പത്രം മടക്കി അവിടെ വെച്ച് ചായയുടെ ഗ്ലാസും എടുത്ത് പെട്ടെന്ന് ഉമ്മറത്തു നിന്നും ഇറങ്ങി അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അവൾ അതേന്ന അർത്ഥത്തിൽ തലയാട്ടി. സാരമില്ല, നിനക്ക് വേണ്ടിയല്ലേ അമ്മ പോകുന്നത്. അമ്മ പോയിട്ട് വരട്ടെ. നീ പഠിച്ച് മിടുക്കിയായിട്ട് അമ്മയുടെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റി കൊടുക്കണം. അവൾ തലയാട്ടി കാണിച്ചിരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയപ്പോൾ ആ മുഖത്ത് നിഷ്കളങ്കതയാണ് തോന്നിയത്. ആ നിമിഷം അവന് വല്ലാത്തൊരു സ്നേഹം അവളോട് തോന്നി. നല്ല തുടുത്ത കവിളുകളാണ്. 2 കവിളും പിടിച്ച് ഞെക്കാനാണ് അവന് തോന്നിയത്. ആളെ കണ്ടാൽ നല്ല ക്യൂട്ടാണ്. ഒരു പാവയെ പോലെ തോന്നുന്നു. കോലൻ മുടിയും തുടുത്ത കവിളും വെളുത്ത നിറവുമൊക്കെയായി ആകെപ്പാടെ ഞെക്കി പൊട്ടിക്കാൻ തോന്നുന്ന ഒരു രൂപം. അമ്മ പോയാലും ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, നീ വിഷമിക്കണ്ട. അവളുടെ കണ്ണിലേക്ക് നോക്കിയാണ് അവനത് പറഞ്ഞത്. അവൾ തലയാട്ടി ചിരിയോടെ അവനെ ഒന്ന് നോക്കി. ഞാൻ പോവുക, അവൾ പറഞ്ഞു. ആയിക്കോട്ടെ, ഏതായാലും അമ്പലത്തിൽ പോവല്ലേ, എനിക്ക് വേണ്ടിയും കൂടി ഒന്ന് പ്രാർത്ഥിച്ചേക്ക്. ഇന്നെൻ്റെ പിറന്നാളാണ്. അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി. ശേഷം മനോഹരമായ ഒരു പുഞ്ചിരി അവന് സമ്മാനിച്ച ശേഷം പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ആദ്യത്തെ വിഷ് നിൻ്റെ വകയാ. ഇക്കൊല്ലം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അവൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവളുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. ഇനി താൻ ആദ്യമായി വിഷ് ചെയ്തിട്ട് അവനെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി അവളിൽ നിറഞ്ഞു. പോവാണേ, അവനോട് പറഞ്ഞിട്ട് അവൾ അപ്പുറത്തേക്ക് പോയി. അവൾ പോകുന്ന വഴി നോക്കി അവൻ കുറച്ച് സമയം ചിരിയോടെ അങ്ങനെ തന്നെ നിന്നു. രാവിലെ ധൃതിയിൽ പോകാൻ നിൽക്കുമ്പോഴാണ് അമ്മ അത്യാവശ്യമായി ഒന്ന് കവലയിൽ ഇറക്കണമെന്ന് പറഞ്ഞത്. പിന്നെ അമ്മയെ കാത്തു നിൽക്കാൻ തുടങ്ങി. ഇടയ്ക്കിടെ വാച്ചിൽ നോക്കിയാണ് അപ്പു നിൽക്കുന്നത്. അതിനിടെ ഒരു 10 വട്ടമെങ്കിലും അകത്തേക്ക് വിളിച്ച് അമ്മയെ റെഡിയായോ എന്ന് ചോദിക്കുന്നുമുണ്ട്. ഇപ്പം വരാമട എന്ന് പറയുന്നുണ്ടെങ്കിലും ആളുടെ തലവട്ടം പോലും കാണുന്നില്ല. ദേഷ്യപ്പെട്ട് ബൈക്കൊന്ന് ഇരപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്ത് നിന്ന് മെറൂണും കരിമ്പച്ചയും ഇടകലർന്ന പട്ടുപാവാടയും ഇട്ട് തലയിൽ മുല്ലയും ചെത്തിയുമൊക്കെ ഇടകലർന്ന പൂമാലയുമായി കൊലുസ് കിലുക്കി ഒരുവൾ നടന്നു വരുന്നത് കണ്ടത്. കുറച്ച് സമയം ആ കാഴ്ചയിൽ തന്നെ അവൻ മതി മറന്നു പോയിരുന്നു. നീളൻ മുടിയിൽ ഭംഗിയായി കെട്ടിയിട്ടിരിക്കുന്ന മുല്ലമാല, നെറ്റിയിൽ ശിങ്കാറ് കൊണ്ടുള്ള ഒരു ചുവന്ന പൊട്ടും അതിന് മുകളിലായി മഞ്ഞൾ പ്രസാദവും, അത് കഴുത്തിൽ നീണ്ടിട്ടുണ്ട്. കൈകളിൽ നിറച്ചും കുപ്പിവളകളാണ്. സൂര്യരശ്മികൾ തട്ടിയപ്പോൾ അവളുടെ വെളുത്ത മുക്കുത്തിക്കല്ലൊന്ന് മിന്നി. ചിരിയോടെ അരികിലേക്ക് നടന്നു വരികയാണ് അവൾ. കയ്യിൽ ഇലച്ചീന്തുമുണ്ട്. പ്രസാദം തരാനുള്ള വരവാണെന്ന് അവന് തോന്നി.
അവൻ ചിരിയോടെ കൈകെട്ടി അവളെ തന്നെ നോക്കി നിന്നു. അരികിലേക്ക് വന്നവൾ ചിരിയോടെ തന്നെ അവനെ ഒന്ന് നോക്കി. അവനും അതേ ചിരിയോടെ തന്നെ അവളെ ഒന്ന് നോക്കി. ശേഷം അവൻ തല ഉയർത്തി എന്താണെന്ന് ചിരിയോട് തിരക്കി. പ്രസാദം. പിറന്നാളാണെന്ന് പറഞ്ഞില്ലേ? പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞില്ലേ? പ്രാർത്ഥിച്ചു. നിഷ്കളങ്കമായി പറയുന്നവളെ കണ്ടപ്പോൾ വല്ലാത്തൊരു സ്നേഹവും ചിരിയുമൊക്കെ അവൻ്റെ മുഖത്ത് നിറഞ്ഞിരുന്നു. എന്താ പ്രാർത്ഥിച്ചേ? അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു കുസൃതിയോടെ മേൽമീശയൊന്ന് കടിച്ച് ചിരിയോടെ അവൻ തിരക്കി. പെട്ടെന്ന് അവൾ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ അവനെ തന്നെ ഒന്ന് നോക്കി. അത് പിന്നെ ഇനിയും ഒരുപാട് നല്ല പിറന്നാൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അത്രേ പ്രാർത്ഥിച്ചുള്ളൂ? അവൻ വീണ്ടും ചോദിച്ചു. അവൾ തലയാട്ടി കാണിച്ചു. ഇനി പ്രാർത്ഥിക്കുമ്പോൾ എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? അവൻ ചോദിച്ചപ്പോൾ ഒരു നിമിഷം എന്തു മറുപടി പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അവൾ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി. ഇനി മുതൽ അങ്ങോളം എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുമോ? അവൻ ചോദിച്ചു. അവൻ്റെ ആ ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. എങ്കിലും അടുത്ത നിമിഷം തന്നെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് തലയാട്ടി. അത് കണ്ടപ്പോൾ വീണ്ടും അവൻ അവളോട് സ്നേഹമാണ് തോന്നിയത്. എന്തിന്? അവൻ വീണ്ടും ചോദിച്ചു. കാര്യമറിയാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ എന്തിനാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? അവൻ വീണ്ടും അവളെ ഒന്ന് നോക്കി ചോദിച്ചു. അവൾ ആകെപ്പാടെ കൺഫ്യൂഷനിലായി. എന്തു പറയണമെന്ന് ചെയ്യണമെന്നും അറിയാത്തൊരവസ്ഥ. ഏതെങ്കിലും ഒരു ചെറുക്കന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യം നിനക്കുണ്ടോ? ചിരി കടിച്ചമർത്തിയാണ് അവൻ ചോദിച്ചത്. എന്തു പറയുമെന്നറിയാത്തൊരവസ്ഥയായിരുന്നു ആ നിമിഷം അവൾ നിസ്സഹായമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടം കണ്ടപ്പോൾ സത്യത്തിൽ അവൻ അവളോട് സ്നേഹമാണ് തോന്നുന്നത്. അവൻ മെല്ലെ ഇരു കണ്ണുകളും ചിമ്മി കാണിച്ചു. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ചുമ്മാ നിന്നെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. പ്രാർത്ഥിക്കണമെന്ന് വെറുതെ പറഞ്ഞതാണോ? അവൾ വീണ്ടും സംശയം തീരാത്ത പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ആ ചോദ്യം കൂടി കേട്ടപ്പോൾ ശരിക്കും ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കത മാത്രമാണ് അവൻ അവളിൽ കാണാൻ സാധിച്ചത്. നിനക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാൽ പ്രാർത്ഥിച്ചോ, ഞാൻ നിർബന്ധിക്കില്ല. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ആർദ്രമായി പറഞ്ഞു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതല്ലേ? അങ്ങനെയാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അവൾ പറഞ്ഞു. നല്ലതാണ്. അവനും ചിരിയോടെ പറഞ്ഞു. ഒപ്പം ആ ഇലച്ചീന്തിൽ നിന്നും അല്പം പ്രസാദം എടുത്ത് തൻ്റെ നെറ്റിയിൽ ചാർത്തി. അപ്പോഴേക്കും അകത്തുനിന്നും പ്രീത തയ്യാറായി ഇറങ്ങി വന്നിരുന്നു. മുറ്റത്ത് നിൽക്കുന്ന മീനാക്ഷിയെ കണ്ടതും പ്രീതി അവളെ നോക്കി ഒന്ന് ചിരിച്ചു. എന്താ മോളെ, വെറുതെ വന്നതാണോ? പ്രീതി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അല്ല, ഞാൻ ആരതി കാണാൻ വേണ്ടി വന്നതാണ്. അവളെ പറഞ്ഞത് മുഴുവിപ്പിക്കാൻ അനുവദിക്കാതെ പെട്ടെന്ന് ആദർശ് മറുപടി പറഞ്ഞു. അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോൾ അവൾക്ക് മാത്രം കാണാൻ പാകത്തിന് അവൻ കണ്ണുകൾ ഒന്ന് അടച്ചു കാണിച്ചിരുന്നു. അമ്മ ഇങ്ങോട്ട് കയറിക്കേ, നേരമില്ല. കൂടുതൽ സംസാരത്തിന് വഴി കൊടുക്കാതെ അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പോകുന്നതിന് മുൻപ് അവളെ ഒന്ന് നോക്കി. പോവുകയാണെന്ന് പറയാതെ പറയുന്നത് പോലെ. അവൾക്കൊന്നും മനസ്സിലായിരുന്നില്ല. എങ്കിലും അവൾ അകത്തേക്ക് നോക്കിയപ്പോഴേക്കും ആരതി ഇറങ്ങി വന്നിരുന്നു. ആഹാ, ഇതാരാ? എന്താ രാവിലെ? ആരതി അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ രാവിലെ അമ്പലത്തിൽ പോയതാണ്. കയറി വാ. അമ്മ പുറത്തേക്ക് പോയി. ഞാനിവിടെ ബോറടിച്ചിരിക്കുകയായിരുന്നു. ആരതി പറഞ്ഞു. ഞാൻ കുറച്ചു കഴിഞ്ഞ് വന്നാൽ മതിയോ? ഞാൻ പ്രസാദം. അവൾ പറയാൻ വന്നത് ഉടനെ തന്നെ നിർത്തി. പ്രസാദമോ? ആരതി ചോദിച്ചു. അല്ല, പ്രസാദം കയ്യിലിരിക്കുകയാണെന്ന്. ഞാനത് വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഈ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വീട്ടിലേക്ക് വരാം. മീനാക്ഷി പറഞ്ഞു. എങ്കിൽ ഞാനും വരാം. ഇവിടെ ഇരുന്ന ബോറടിക്കും. ആരതി പറഞ്ഞു. എങ്കിൽ വാ. അവൾ വിളിച്ചതും ആരതിയും കൂടി കഥ കടിച്ച് നേരെ വീട്ടിലേക്ക് നടന്നു. അങ്ങോട്ട് പോകുമ്പോൾ ആദർശ് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നായിരുന്നു അവൾ ചിന്തിച്ചത്. അതോടൊപ്പം പ്രസാദവുമായി വന്ന കാര്യം ആരും അറിയരുതെന്ന് അവന് നിർബന്ധമുള്ളതുപോലെയും തോന്നി. അതുകൊണ്ട് തന്നെ അക്കാര്യത്തെക്കുറിച്ച് മറ്റാരോടും പറയാൻ അവൾക്ക് തോന്നുന്നില്ല. എന്താണ് ആദർശ് ഇങ്ങനെ ഇടപെട്ടതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൻ്റെ ചോദ്യങ്ങളെക്കുറിച്ച് അവൾ ഓർമ്മിച്ചുകൊണ്ടിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം മീനാക്ഷിയുടെ വീട് തിരക്കിലേക്ക് കൂപ്പുകൂത്തി. ഇതിനിടയിൽ പ്രീതയും അവിടേക്ക് വന്നിരുന്നു. സീതയ്ക്ക് പോകാനും മറ്റും അവരും സഹായിച്ചു. ഏട്ടാ, ഇതൊരു 5000 രൂപയുണ്ട്. അവളുടെ സ്കൂളിലെ ആവശ്യങ്ങൾക്കും മറ്റുമായി ഇത് ചേട്ടൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ. അവിടെ ചെന്ന് എനിക്കിനി എപ്പോഴാണ് പൈസ അയക്കാൻ പറ്റുന്നതെന്ന് അറിയില്ലല്ലോ. സഹോദരൻ്റെ കൈകളിലേക്ക് കുറച്ച് പണം വെച്ച് കൊടുത്തുകൊണ്ട് സീത പറഞ്ഞു. അയാൾ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി. താൻ എടുത്തുകൊണ്ട് നടന്ന കുഞ്ഞി പെങ്ങളാണ്. ഒരല്ലലും അറിയിക്കാതെ വളർത്തിയിട്ടുള്ളവൾ. അവളാണിന്ന് ബുദ്ധിമുട്ടുന്നത്. ഈ വീട്ടിൽ അവളുടെ മകൾ ഒരു ഭാരമാകുമോ എന്ന പേടിയാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് അവളെ നയിച്ചതെന്ന് അയാൾക്ക് തോന്നിയിരുന്നു. അത് നിന്റെ കയ്യിലിരിക്കട്ടെ. നീ ഒരു അന്യനാട്ടിലേക്ക് പോവല്ലേ? നിനക്ക് ആവശ്യങ്ങളുള്ളതല്ലേ? മോളുടെ കാര്യമൊക്കെ ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ നോക്കിക്കോളാം. നീ സമാധാനപ്പെട്. അവളുടെ തോളിൽ തട്ടി അയാൾ പറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും മിനിയുടെ മുഖം ഇരുണ്ടിരുന്നു. തൻ്റെ മക്കൾക്കും സ്കൂൾ തുറപ്പ് വരികയാണ്. അതിന് ബുദ്ധിമുട്ടുന്ന ആളാണ് പെങ്ങളുടെ കയ്യിൽ നിന്നും പണം വാങ്ങാത്തത്. 3 കുട്ടികൾക്ക് സ്കൂൾ തുറപ്പിന് എന്തെങ്കിലും വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണെന്നും എനിക്കറിയാം. തനിക്ക് പോസ്റ്റ് ഓഫീസിലുള്ള ഒരു ചെറിയ തുക ജോലി കൊണ്ടുകൂടിയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ആ പണം അയാൾ വാങ്ങാത്തത് കൊണ്ട് മിനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ വയ്യ. ഭർത്താവിൻ്റെ സ്വഭാവം നന്നായി അറിയാവുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പോയില്ല മിനി. സീത ഒരുപാട് നിർബന്ധിച്ചെങ്കിലും സുരേഷ് അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല.
നീ അവിടെ ചെന്ന് കിട്ടുന്ന പൈസയൊന്നും ആവശ്യമില്ലാതെ ചിലവാക്കാതെ കൂട്ടി വയ്ക്കണം. നമ്മുടെ തൊടിയുടെ അപ്പുറത്തേക്ക് മാറി കുറച്ച് സ്ഥലമുണ്ടല്ലോ, അവിടെ നിനക്കൊരു ചെറിയ വീട് വയ്ക്കണം. നിനക്ക് മോൾക്കും അവിടെ കഴിയാമല്ലോ ഇനിയുള്ള കാലം. സുരേഷ് അതുകൂടി പറഞ്ഞതോടെ മിനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ഇഷ്ടമുണ്ടായിട്ടല്ല നിന്നെ ഞാൻ അന്യനാട്ടിലേക്ക് ഇപ്പോൾ പറഞ്ഞു വിടുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നെയും മോളെയും കൂടി നോക്കാനുള്ള മാർഗം എൻ്റെ കയ്യിലില്ല. പഴയ പ്രതാപമൊക്കെ ഈ കുടുംബത്തിനുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടില്ല. സുരേഷ് തൻ്റെ വേദന അറിയിച്ചപ്പോൾ സീതയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. ഏട്ടൻ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത്? എനിക്കതൊക്കെ അറിയാം. ഏട്ടൻ്റെ അവസ്ഥയും എനിക്ക് മനസ്സിലാവും. എനിക്കൊരു വിഷമം വന്നപ്പോൾ ഏട്ടൻ ഓടി വന്നില്ലേ? അനാഥരാക്കി പോകാതെ എന്നെയും മോളെയും കൂടെ കൊണ്ടുവന്നില്ലേ? അതൊക്കെ തന്നെ വലിയ കാര്യങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ കുടുംബത്തിന് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നാണക്കേട് എത്ര വലുതാണെന്ന് എനിക്കറിയാം. അതൊക്കെ മറന്ന് ഏട്ടൻ തിരികെ വന്നില്ലേ? എനിക്കതൊക്കെയാണ് സന്തോഷം. അവർ പറഞ്ഞു. അവസാനം സീത തിരികെ മുറിയിലേക്ക് പോയി. പോകുന്നതിന് മുൻപ് മീനാക്ഷിയെ വിളിച്ചു. അമ്മ ഒരു ജോലിക്ക് വേണ്ടിയാണ് പോകുന്നത്. നമുക്കിനിയുള്ള കാലമെങ്കിലും ആരുടെയും സഹായമില്ലാതെ ജീവിക്കണം. ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറി നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഒരു വീട് വയ്ക്കാമെന്ന്. ഒരു 3-4 വർഷം നിന്നാൽ അത് പറ്റും. അപ്പോഴത്തേക്ക് മോൾ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനും അമ്മയ്ക്ക് പറ്റും. അമ്മ പോകുന്നത് നമുക്ക് വേണ്ടിയാണെന്ന ചിന്ത മോൾക്ക് വേണം. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു അന്യ വീടാണ് നിനക്ക്. മിനിമാമിയെ പിണക്കരുത്. അവർ ചിലപ്പോൾ മോളോട് എന്തെങ്കിലുമൊക്കെ ഇഷ്ടക്കേടൊക്കെ കാണിക്കും. അതൊന്നും മോള് ഗൗനിക്കണ്ട. അമ്മയുടെ കുറ്റം കൊണ്ട് സംഭവിച്ചാണെന്ന് കരുതിയാൽ മതി. രാവിലെ നിന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടെങ്കിലും മിനിയെ സഹായിക്കണം. അതൊക്കെ അവർക്കൊരു സഹായമായിരിക്കും. നീ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് തോന്നരുത്. അമ്മയോട് വാശി പിടിക്കുന്ന പോലെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിത്തരാനോ ഇഷ്ടമുള്ള കാര്യങ്ങൾക്കോ മാമനോടും മാമിയോടും ഒന്നും വാശി പിടിക്കരുത്. ഭക്ഷണമാണെങ്കിലും അവർ തരികയാണെങ്കിൽ മാത്രം അത് വാങ്ങുക. ഇല്ലാതെ അങ്ങോട്ട് ചോദിക്കരുത്. നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് വരരുത്. നിന്റെ ചെലവിനുള്ള പണം ഞാൻ എന്താണെങ്കിലും അയച്ചു കൊടുക്കും. അതുകൊണ്ട് 3 നേരം ഇവിടെ നിന്ന് നിനക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എങ്കിലും അവർ ഭക്ഷണം തന്നില്ലെങ്കിൽ നീ അതെന്നോട് പറഞ്ഞാൽ മതി. സീത ഓരോ നിർദ്ദേശങ്ങളായി മകൾക്ക് കൊടുക്കുകയാണ്. അവൾ എല്ലാത്തിനും തലയാട്ടി കാണിക്കുന്നുണ്ട്. മോൾക്ക് 16 വയസ്സായി. ഇനിയിപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് കൂട്ടുകാർ കാണും. നമ്മൾ നടന്നു പോകുന്ന വഴിയിലും പലരും പല കാര്യങ്ങളും പറഞ്ഞ് പിന്നാലെ വരും. ചിലപ്പോൾ മോളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വരുന്നവരെ കാണും. ആ ഇഷ്ടം ഒന്നും ശരിയല്ല. അമ്മ അനുഭവിച്ചതൊക്കെ നീ കണ്ടതല്ലേ? അമ്മയുടെ ഗതി നിനക്ക് വരരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിന്നാലെ വരുന്നവരെ ഒന്നും ഗൗനിക്കാൻ പോകണ്ട. ഈ പ്രായത്തിൽ പറയുന്ന ഇഷ്ടങ്ങളൊന്നും ശരിയായിരിക്കില്ല. നമ്മുടെ സാഹചര്യം മുതലെടുക്കാൻ വരുന്നവരായിരിക്കും. ഈ വീട്ടിൽ നിൽക്കുമ്പോൾ മോളുടെ പേരിൽ ഒരു ചീത്തപ്പേരുണ്ടാവാൻ പാടില്ല. അമ്മയ്ക്കൊരു നാണക്കേടുണ്ടാക്കി വയ്ക്കരുത്. അല്ലെങ്കിൽ ഈ നാട്ടിലുള്ളവരൊക്കെ അമ്മയെപ്പോലെ തന്നെയാണ് മോളെന്ന് പറയും. അങ്ങനെ പറയിപ്പിക്കരുത്. അമ്മയ്ക്ക് പറ്റിയ അബദ്ധം നിനക്ക് പറ്റാൻ പാടില്ല. നന്നായി പഠിച്ച് ഒരു ജോലി വാങ്ങിയതിന് ശേഷം മാത്രമേ വിവാഹത്തെപ്പറ്റി ചിന്തിക്കാവൂ. ഇല്ലെങ്കിൽ അമ്മ കൊണ്ടാടിയും അനുഭവിച്ച വേദനയും ഒക്കെ നീ കണ്ടതല്ലേ? അതേപോലെ നിനക്ക് അനുഭവിക്കേണ്ടി വരും മോളെ. പറഞ്ഞപ്പോഴേക്കും സീത കരഞ്ഞു പോയിരുന്നു. തലയാട്ടി സമ്മതിച്ചു മീനാക്ഷി. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.